എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെൻ്റെ സെക്കൻഡ് മോർണിംഗ് ആയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വൈശാഖം പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അൽനാദ ടൂവിലേക്ക് പുറപ്പെട്ടു. നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സ് ഗ്യാങ്, നാട്ടിലായാലും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തായാലും എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക, ഒരു കംഫേർട്ട് സോണായ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും. ആ ഒരു ഗ്യാങ്ങിൽ പെട്ട രണ്ടാൾക്കാരാണ് ഇവരുമായിട്ട് നമ്മൾ എവിടെ പോകാൻ റെഡി. ഏത് പാതിരാത്രിക്കായാലും പോകാൻ നമ്മൾ റെഡിയാണ്. കാരണം നല്ലൊരു വൈബുള്ള ടീമാണ്. വ്ളോഗ് കേൾക്കുമ്പോൾ വൈശാഖിനെ പാട്ടിക്ക് നല്ല സ്വിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചാറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അൽനാദ ടൂവിൽ ടി ജംഗ്ഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് വന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി, ഇവർ മാത്രമല്ല കേട്ടോ, എനിക്ക് വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് യു എയിൽ. അവരെ പിന്നെ പരിചയപ്പെടുത്താം. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ചാറ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയിരുന്നു, അതുകൊണ്ടും വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത്. അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ വെറൈറ്റി ഉള്ള പോലെ തോന്നി. പിന്നെ ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് ഓർഡറിങ് അച്ഛനും പാട്ടിക്കും വേണ്ടി വിട്ടുകൊടുത്തു. പാട്ടിയായിരുന്നു കുറച്ചും കൂടി ഇതിൽ താല്പര്യമില്ല കക്ഷി. അതുകൊണ്ട് അവളായിരുന്നു മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായ ഓർഡറിങ്. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കഴിച്ചാൽ എനിക്കൊരിക്കലും തൃപ്തിയാവില്ല, വയറ് നിറയില്ല. അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിൽ നിറഞ്ഞിരിക്കണം. ഇവിടുത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തായാലും ഒരു റൗണ്ട് കഴിച്ചിട്ടേ കിടക്കൂ. കാരണം അല്ലെങ്കിൽ എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കും വരില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ബയ്യ വന്നിട്ട് ഓർഡറൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സാധനമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പേരൊക്കെ കിട്ടിയിട്ട് അങ്ങനെ സാധനം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇതാണ് ആദ്യത്തെ സാധനം, സേവ് പൂരി. അത്യാവശ്യം നല്ല സ്വീറ്റായിരുന്നു, നല്ല രസമുണ്ടായി. അതിൻ്റെ ഒരു ഉറുമമ്പഴത്തിൻ്റെ ഒരു പീസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം സ്വീറ്റും അതിൻ്റെ സോസൊക്കെ നല്ല ഉണ്ടായിരുന്നു. ഒരു രസമുണ്ട് കഴിക്കാൻ, അത്ര തന്നെ. അല്ലാണ്ട് വലിയ വയറ് നിറയുന്ന ഐറ്റം ഒന്നല്ല. പിന്നെ ഈ സാധനം ആലു ചാട്ട്, അതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല എന്താ പറയുക, സ്വീറ്റും അതേപോലെ ആലു ഒക്കെ കടിക്കുമ്പോൾ ഒരു രസമുണ്ടായി. അതും കുറച്ച് കഴിച്ചു. അത്യാവശ്യം എന്താ പറയണ്ടേ, ടേസ്റ്റും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇത് രണ്ടും കഴിക്കുന്നതിൻ്റെ ഇടയിൽ വൈശാഖിന് മോമോസ് വേണമെന്നും പറഞ്ഞിട്ട് മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, മലായി മോമോസ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും വരട്ടെ. അതിനിടയ്ക്ക് ഡ്രിങ്ക് പറഞ്ഞത് ഈ സാധനം ഒന്നിനും കൊള്ളില്ല, ഒരുമാതിരി ഒരു വൃത്തിയായിട്ട് ഡ്രിങ്ക്. എങ്ങനെയല്ലോ പാർട്ടി ചെയ്ത് കുടിച്ചു, ഞാനും കുറച്ച് കുടിച്ചു. മസാല സോഡ എന്നല്ല അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് നല്ല ചൂട് മോമോസ് വന്ന്, മലായി മോമോസ്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിന് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് തിന്നാൻ വേണ്ടി നല്ല രസമുണ്ടായി. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റിയും ആയിരുന്നു. ഈ ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹമില്ലവർ നേരെ വന്നോട്ടോ അൽനാദ ടൂവിലേക്ക്, ടി ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറത്ത്. അങ്ങനെയാണെന്ന് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നല്ല അവിടുന്ന് ചലിക്കാനുള്ള പരിപാടിയിലായി. ഇവർക്ക് DIP എത്തണം. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും നാളെ മോർണിംഗ്, എനിക്ക് നൈറ്റാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു കേട്ടോ. ടാറ്റാ ബൈ ബൈ.